നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന ഒരു പദ്ധതി ദൈവത്തിനുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് അശുഭകരമായ ഭാവിയും നിരാശയും സമ്മാനിക്കാനുള്ള ഒരു പദ്ധതി പിശാചിനുമുണ്ട് എന്ന് തിരിച്ചറിയണം. മാതാപിതാക്കളുടെ സമയത്ത് കല്യാണം കഴിപ്പിച്ചില്ല, ഞാൻ ഈ ഗതികേട്ടിൽപ്പെട്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് സ്വയം പഴിച്ച് ശപിച്ച് നശിക്കാൻ പിശാചുക്കളുടെ കെണി നിങ്ങൾക്കെതിരെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് കാര്യങ്ങൾ തീരുമാനമാക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്ന അലംഭാവം പിശാചിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്, സംശയിക്കേണ്ടതുണ്ട്. ഹായ് പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രാർത്ഥന ആവശ്യപ്പെട്ട് വരുന്ന വാട്സാപ്പ് മെസ്സേജുകളിലും ഫോൺ കോളുകളിലും ഏറെയും വിവാഹ സംബന്ധമായ ആവശ്യങ്ങളാണ്. എത്ര നോക്കിയാലും വിവാഹം നടക്കാത്ത പല കാര്യങ്ങൾക്കും ഞാൻ പ്രാർത്ഥിച്ചത് വഴി ഫലം കിട്ടിയ അനുഭവം പലർക്കും ഉള്ളതുകൊണ്ടും അങ്ങനെയുള്ള വിവരങ്ങൾ അറിഞ്ഞതുകൊണ്ടുമാണ് കൂടുതൽ പേരും ഇങ്ങനെ എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ വിവാഹ തടസ്സങ്ങളുള്ള പലരോടും ഞാൻ പൊതുവായി കൊടുക്കുന്ന ചില മറുപടികൾ ചുരുക്കി പറയാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വിവാഹ പ്രായമായവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിവാഹ കാര്യങ്ങളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും എനിക്കിവിടെ പറയാനുണ്ട്. ആരുടെ ഉപദേശം ആവശ്യമില്ല, എല്ലാം എനിക്കറിയാം, ഞങ്ങൾക്കറിയാം, അതൊക്കെ അതിൻ്റെതായ സമയത്ത് നടന്നുകൊള്ളും എന്നൊക്കെ ഒരു വാദഗതികളുണ്ട്. എന്നാൽ ഈ വാദഗതികളോടെ മുന്നോട്ട് പോകുന്ന പലരും ഭാവിയിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. നിരാശരായി ദൈവത്തെയും പഴിച്ച് ജന്മം കൊടുത്ത മാതാപിതാക്കളെയും പഴിച്ച് ശപിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് പലരും നയിക്കുന്നത് എന്ന ഗതികേട് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ വിവാഹിതരാകാത്തവർ, ചെറുപ്പക്കാർ, എൻ്റെ ഈ വാക്കുകൾ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായിരിക്കും. ഏതാണ്ട് 30ഓളം വർഷത്തെ കൗൺസിലിംഗ് അനുഭവത്തിൽ നിന്നും പഠന പ്രഭാഷണവുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് വ്യക്തികളുമായുള്ള സമ്പർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇന്ന് നിരവധി പേര് സങ്കടം പറഞ്ഞ് എന്നെ പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ, അനുഭവത്തിൻ്റെ കരുത്തോടെയുള്ള വാക്കുകൾ നിങ്ങൾ ശ്രവിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടും എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ ആൺകുട്ടികൾ ഏറെ പേര് പറയുന്നത്, അപൂർവം ചില പെൺകുട്ടികളും പറയുന്നത്, എനിക്ക് കല്യാണം വേണ്ട, ഇപ്പോൾ വേണ്ട, പിന്നെ മതി എന്നുള്ളത്. ഇപ്പോൾ വേണ്ട, പിന്നെ മതി എന്ന് പറയുന്നത് നമ്മൾ ഈ ആഴ്ച പോയ പോലെ അടുത്ത ആഴ്ചയും പോകും, ഈ വർഷം കടന്നു പോയ പോലെ അടുത്ത വർഷവും കടന്നു പോകും. ഇങ്ങനെ ഈ വിഷയത്തിൽ ഒരു അലംഭാവം ക്രമേണ വരികയും നീട്ടി വിട്ട് വിവാഹപ്രായം കഴിഞ്ഞ് 35-40 വയസ്സാകുമ്പോൾ തകൃതിയായിട്ട് വിവാഹം ആലോചിക്കുകയും അങ്ങനെയുള്ളവർക്ക് ഒത്ത പങ്കാളികളെ ലഭിക്കാതെ വരികയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഈ നീട്ടിക്കൊണ്ടു പോകുന്നവർ ഓർക്കുക, ഒന്നുകിൽ വേണ്ട എന്നങ്ങ് തീരുമാനമെടുക്കുക, അതിൻ്റെ കാര്യകാരണ സഹിതം. അപ്പോൾ നിങ്ങൾ ഭാവിയിൽ എങ്ങനെ മുന്നോട്ട് ജീവിക്കും? നിങ്ങൾ മുതിർന്ന പൗരന്മാരാകുമ്പോൾ എങ്ങനെ നിങ്ങളുടെ സംരക്ഷണം? ഏതെങ്കിലും വൃദ്ധമന്ദിരത്തിൽ പോകാനാണോ തീരുമാനം? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം വെച്ച് കഴിക്കാനും തുണി അലക്കാനും അങ്ങനെയുള്ള സന്യാസിയെ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അതിന് സാധിക്കുമോ? നിങ്ങൾക്ക് വയസ്സാകുമ്പോൾ ആര് നിങ്ങളെ സംരക്ഷിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇത് സംബന്ധിച്ചൊക്കെ വ്യക്തമായി തീരുമാനമെടുത്തിട്ട് അതൊക്കെ ചുമതലപ്പെട്ടവരെ അറിയിച്ച് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അതല്ലാതെ ഈ കാര്യത്തിൽ അലംഭാവം കാണിച്ചാൽ, മാതാപിതാക്കളുടെ സമയത്ത് കല്യാണം കഴിപ്പിച്ചില്ല, ദൈവം എന്നെ ഇങ്ങനെ ആക്കി, ഞാൻ ഈ ഗതികേട്ടിൽപ്പെട്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് സ്വയം പഴിച്ച് ശപിച്ച് നശിക്കാൻ പിശാചുക്കളുടെ കെണി നിങ്ങൾക്കെതിരെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. കാര്യങ്ങൾ തീരുമാനമാകാതെ നീട്ടിക്കൊണ്ടു പോകുന്ന അലംഭാവം പിശാചിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്, സംശയിക്കേണ്ടതുണ്ട്. വിവാഹം ഇപ്പോൾ വേണ്ട, ഉടനെ ആലോചിക്കേണ്ട എന്നൊക്കെ പറയുന്ന ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒരു തീരുമാനമെടുക്കേണ്ടത് എങ്കിൽ എപ്പോൾ, ഏത് വർഷം, എത്രാമത്തെ വയസ്സിൽ എന്നൊരു തീരുമാനമെടുത്ത് വെക്ക്. അത് ചുമതലപ്പെട്ടവരോട് പറഞ്ഞു വെക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളെല്ലാം കുറച്ചു കാലം കഴിയുമ്പോൾ വേണ്ടാന്ന് തീരുമാനിക്കുകയാണ് പതിവ്. കഞ്ഞി വെച്ച് തരാൻ അമ്മയ്ക്ക് ആരോഗ്യമില്ല എന്ന് വരുമ്പോൾ ആണ് കല്യാണം കഴിക്കണമെന്ന് ആലോചിക്കുന്നത്. അപ്പോഴേക്കും അതിനുള്ള സാധ്യതകളെല്ലാം അടഞ്ഞിട്ടുമുണ്ടാകും. ഇപ്പം വേണ്ട എന്ന് പറയുന്നവർ ചിന്തിക്കുക, എപ്പോൾ വേണമെന്ന് കൃത്യമായി തീരുമാനിച്ച് നടപ്പിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയ കുടുക്കും കെണിയുമാണ്. അതുപോലെ പല അമ്മമാരോടും അപ്പന്മാരോടും എനിക്ക് വളരെ അരിശത്തോട് തന്നെ പറയാനുണ്ട്. പിന്നെ മതി എന്ന് പറഞ്ഞു പോകുമ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെന്ന് വെച്ച് പോകുന്ന അമ്മമാർ ഓർക്കണം, മക്കൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ കഴിയാത്ത സമയത്ത് നീ ഒരു പെങ്കുച്ചിനെ വേഗം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അവർക്ക് അന്ന് പറ്റിയ പെൺകുട്ടിയെ കിട്ടുന്ന പ്രായം കഴിഞ്ഞു. അതുകൊണ്ട് അവന് വേണ്ടപ്പോൾ കെട്ടട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് ചെയ്യുന്ന, മക്കളോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. നിങ്ങൾക്ക് തന്നെ വാർദ്ധക്യത്തിൽ പരിചരണം വേണ്ട വിധം കിട്ടാത്ത വരുന്ന ഒരു ദുരവസ്ഥയും വരും. അതുകൊണ്ട് വളരെ കുറ്റകരമായ അലംഭാവമാണ് മാതാപിതാക്കൾ ചെയ്യുന്നത്. വിവാഹം കഴിക്കേണ്ട സമയത്ത് 25-26 വയസ്സിനുള്ളിൽ നിർബന്ധമായും നിങ്ങൾ വിവാഹം കഴിപ്പിച്ചിരിക്കണം. നിങ്ങളൊരു സന്യാസ ജീവിതമൊന്നുമല്ല, ഏകസ്ഥ ജീവിതമൊന്നുമല്ല നിങ്ങളുടെ പരമമായ ലക്ഷ്യം എങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് പ്രായമായി ഇരിപ്പാകുന്നതിന് മുൻപ്, നിങ്ങൾ റിട്ടയർമെൻ്റ് ആകുന്നതിന് മുൻപ് നിങ്ങളെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്വ ബോധമുള്ള, വരുമാനമുള്ള, പ്രാപ്തിയുള്ള മക്കളുണ്ടായിരിക്കണം. എങ്കിലേ നിങ്ങളുടെ ജീവിതം ഭദ്രമാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടണം, 25-ാം വയസ്സിലെങ്കിലും വിവാഹം കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് പാരൻസിനെ നോക്കാൻ പ്രാപ്തിയുള്ള മക്കളുണ്ടാവുക? നിങ്ങൾക്ക് പറ്റിയൊരു ഇണയെ കാണുമ്പോൾ അപ്പോൾ കല്യാണം കഴിക്കാം എന്നത് പറയുമ്പോൾ കുടുംബം എന്ന കൺസെപ്റ്റ് നിങ്ങൾ കാണുന്നില്ല. അത് വളരെ അപക്വമായ കാഴ്ചപ്പാടാണ്. നിങ്ങളുടെ ഭാവി ഭദ്രമാകാൻ ഞാൻ പറയുകയാണ്, റിട്ടയർമെൻറ്റ് സമയത്തിന് മുമ്പേ കാര്യപ്രാപ്തിയുള്ള, വരുമാനമുള്ള മക്കൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നേരത്തെ നടത്തേണ്ടതുണ്ട്.
മറ്റൊരു കാര്യമാണ് കുട്ടികളെ വളർത്തൽ. ആദ്യമേ കുട്ടികൾ വളർത്തുന്ന പലർക്കും ശിശുപരിപാലനത്തിൻ്റെ വിവിധ കാര്യങ്ങൾ അറിയില്ല, പരിചയസമ്പന്നരല്ല. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ഓൾമോസ്റ്റ് എല്ലാ കുടുംബങ്ങളിലും ഗ്രാൻഡ് പാരൻസ് ആണ്, വല്യപ്പനും വല്യമ്മയുമാണ് ഈ കൊച്ചുകുട്ടികളെ വളർത്തുന്നതിൽ വളരെ പങ്ക് വഹിക്കുന്നത്. അത് നിങ്ങൾക്ക് വലിയ നേട്ടവുമാണെന്ന് ഓർക്കണം. പകൽ ഡേ കെയറെ കൊണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞാലും ജോലി കഴിഞ്ഞ് വന്ന ശേഷവും കുട്ടികളെ നോട്ടവും അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരിയേറെ ജോലി ഭാരങ്ങളുണ്ടെന്ന് വിചാരിക്കണം. എവിടെ കൊണ്ടാക്കിയാലും സ്വന്തം പാരൻസ് നോക്കുന്നത് പോലെയൊന്നും സുരക്ഷിതമായിരിക്കില്ല കുഞ്ഞുങ്ങൾ. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും കൈക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടക്കാനും വളർത്താനും കഴിയുന്ന ആരോഗ്യമുള്ള പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവണം. അത് നിങ്ങൾ പ്രധാന കാര്യമായിട്ട് പരിഗണിക്കണം. രണ്ടാമത് അവരുടെ കാഴ്ചശക്തി പ്രധാനമാണ്. കൊച്ചുങ്ങളെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി അപ്പിടിച്ച് കഴിയിച്ച് കൊണ്ടുവരുമ്പോൾ കുട്ടികളെ വിസർജ്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ കാഴ്ചശക്തിയുള്ള സമയമല്ലെങ്കിൽ അതിനെ കൊണ്ട് ബെഡിലെത്തിയാൽ ബെഡൊക്കെ വൃത്തികേടായിട്ട് വീണ്ടും എല്ലാം കഴുകേണ്ടി അലക്കേണ്ടി വരും. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വളരെ കാഴ്ചശക്തിയുള്ള സമയത്ത് തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായാലാണ് ആ കുഞ്ഞുങ്ങളെ വേണ്ടവിധം പരിപാലിക്കാൻ കഴിയുക. ഈ സാധ്യതകളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള സുവർണാവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയ ശേഷം നിങ്ങൾ ബുദ്ധിമുട്ടാനിടയാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുക. മറ്റൊരു പ്രധാന കാര്യമാണ്, പലരും വിവാഹം നടക്കാത്തൊരു പ്രധാന തടസ്സമായി പറയുന്നത് അമ്മ മരിച്ചു. അമ്മ മരിച്ചതുകൊണ്ട് എന്താണ്? അപ്പം മരിച്ചുകൊണ്ട് എന്താ വിവാഹ തടസ്സം? ഉണ്ട്. ഒരു അപ്പനും 2 ആൺമക്കളും മാത്രമുള്ള വീട്ടിൽ ഈ മകൻ ജോലിക്ക് വന്ന സമയത്ത് അപ്പനോ സഹോദരൻ മാത്രമാണ് ഉണ്ടാവുക. അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അവിടെ ആ കുട്ടിക്ക് ദുരിതമാകുമല്ലോ, എല്ലാ പണികളും ആ കുട്ടീനെ എടുക്കേണ്ടി വരുമല്ലോ എന്നതൊക്കെ ഓർത്തിട്ട് അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ച് കൊടുക്കില്ല. അതുപോലെ തന്നെ അപ്പനും അമ്മയും ഇല്ലാത്ത വീട്ടിൽ 2 സഹോദരന്മാരാണുള്ളതെങ്കിൽ അനിയനെ ഇറക്കി വിടാൻ പറ്റുമോ? ചേട്ടൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് അനിയനും കെട്ടിവരുന്ന ചേച്ചി മാത്രമായിട്ടിരിക്കുന്ന സാഹചര്യം പലപ്പോഴും പെൺകുട്ടികൾക്കും അവരുടെ വീട്ടുകാർക്കും ചിന്തിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. ഇങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങൾ മൂലം അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് മിക്ക വിവാഹങ്ങളും നടക്കുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർ വിചാരിച്ചു കൊള്ളണം, വിവാഹം കഴിക്കാത്തവർ, നിങ്ങളുടെ അപ്പൻ്റെയോ അമ്മയുടെയോ ആയുസ് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ഉറപ്പാണുള്ളത്? നിങ്ങളുടെ വിവാഹം നടക്കാൻ പോലും അവരുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന സ്ഥിതി ഞാൻ വിശദീകരിച്ചു. നിങ്ങൾക്ക് മക്കളുണ്ടായ ശേഷവും അവർക്ക് ആയുസ് ഉണ്ടായിരിക്കണം, എങ്കിലേ കുട്ടികളെ വളർത്താൻ പറ്റൂ എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പരിഗണിച്ചാണ് വിവാഹപ്രായമായെങ്കിൽ എത്രയും വേഗം വിവാഹം നടത്താൻ വേണ്ടി നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ കാലത്ത് ഒരു പ്രത്യേക സാഹചര്യം നിങ്ങൾ ഓർക്കണം. ആയിരക്കണക്കിന് ക്രൈസ്തവ യുവാക്കളാണ് പങ്കാളികളെ ഒത്തുകിട്ടാതെ വിഷമിക്കുന്നത്. അപ്പോൾ ഇത് മുന്നോട്ട് വളരെയേറെ കൂടും എന്ന് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്കാരത്തിന് ചേർന്ന, നമ്മുടെ വിശ്വാസത്തിന് ചേർന്ന ആരെയും കിട്ടാനില്ലാതെ വരികയും ബംഗാളികളോ ഹിന്ദിക്കാരോ നേപ്പാളികളോ ഏതെങ്കിലും പെണ്ണുങ്ങളെ നിങ്ങൾ സ്വീകരിക്കേണ്ട ഗതികേടിലേക്ക് എത്തും എന്ന് വിചാരിക്കണം. അതിനു മുമ്പ് നിങ്ങൾക്ക് കൂട്ടിന് പറ്റിയ വ്യക്തികളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന്, നിങ്ങളുടെ സംസ്കാരമുള്ള, നിങ്ങളുടെ വിശ്വാസമുള്ള പ്രദേശത്തു നിന്നും കണ്ടുപിടിച്ച് എത്രയും വേഗം വിവാഹം കഴിക്കാൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. നല്ലൊരു ജോലി കിട്ടട്ടെ, അതിനുശേഷം നല്ലൊരു വീട് പണിയട്ടെ. ഇങ്ങനെ ഉദ്ദേശിച്ച നല്ല ജോലി കിട്ടിക്കഴിഞ്ഞ് ഉദ്ദേശിച്ച വീടും പണിത് കഴിഞ്ഞ് അതിന് പറ്റുന്ന രീതിയിൽ ഉന്നത നിലവാരത്തിലുള്ള ഒരു വധുവിനെ വിലപേശി കിട്ടി സാമ്പത്തിക ലാഭമുണ്ടാക്കാനുള്ള കുരുട്ട് ബുദ്ധിക്ക് പലരും അടിമകളാണ്. കുരുട്ട് ബുദ്ധി എന്ന് ഞാൻ പറയും. അനേകർക്ക് ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ട് നടക്കാതെ പോയിട്ടുണ്ട്. നല്ല വീടിൻ്റെ പണി നീണ്ടു പോയിട്ട് മക്കൾക്ക് 40 വയസ്സായ ശേഷം ആലോചിച്ചിട്ട് ഉദ്ദേശിക്കുന്ന ആളെ കിട്ടാത്ത സ്ഥിതി വന്നിട്ടുണ്ട്. അധ്യാപകനായതുകൊണ്ട് ഒരു അധ്യാപികയെ തന്നെ കിട്ടണം, BSc നേഴ്സ് ആയതുകൊണ്ട് ജനറൽ നേഴ്സ് പോരാ, BSc നേഴ്സിനെ തന്നെ കിട്ടണമെന്ന് വിചാരിച്ചു നടന്നിട്ട് 45 വയസ്സായിട്ടും കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ, ജോലി ഉള്ളതോ ഇല്ലാത്തതോ, വിദ്യാഭ്യാസം ഉള്ളതോ ഇല്ലാത്തതോ, താഴ്ന്ന ജാതിക്കാരിയോ അധസ്ഥിതരായവരോ, ആരെങ്കിലും ഒരു സ്ത്രീ മതി, ഒരു കുട്ടി ഉണ്ടാകാൻ ഒരു സ്ത്രീ മതി എന്ന് മാത്രം പറയുന്ന ഗതികേടിലെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. കല്യാണം ഒരു ബിസിനസ് അല്ല, ലാഭക്കച്ചവടമല്ല, ഹൃദയപൂർവ്വമുള്ള ഒരു കൂട്ടുചേരലാണെന്ന് മനസ്സിലാക്കി ഹൃദയത്തിനിണങ്ങിയ ഒരാളെ എത്രയും വേഗം കൂട്ടായി കണ്ടെത്തുകയാണ് ആവശ്യമെന്ന് മനസ്സിലാക്കണം. അവിടെ ലാഭനഷ്ടങ്ങൾ നോക്കുന്നത് ആത്യന്തികമായി നിങ്ങൾക്ക് നഷ്ടമേ വരുത്തൂ എന്നത് നിങ്ങൾ തിരിച്ചറിയണം. ഇനി ഒടുവിലായി ഞാൻ പറയുന്നൊരു പോയിന്റ് പ്രധാനപ്പെട്ടതാണ്. പലരും വിവാഹം കഴിച്ചാൽ പോലും മക്കൾ ഉടനെ വേണ്ട, സാമ്പത്തിക സെറ്റപ്പ് ആകട്ടെ, ഈ കാലത്ത് മക്കളെ പഠിപ്പിക്കാൻ എത്രയാണ് ചെലവ് എന്ന് കരുതി 5-10 വർഷം നീട്ടിവെക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, കുട്ടികളെ സമ്പാദിക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതിനേക്കാൾ നേരത്തെ ചെയ്യേണ്ടത്. കുട്ടികളെ നേടണമെങ്കിൽ അതിന് ചില കാലപരിമിതികളുണ്ട്. സ്ത്രീകളുടെ പ്രായവുമായി ബന്ധപ്പെട്ട പല സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ കുട്ടികളെ സമ്പാദിക്കാൻ നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്നതല്ല, കാലപരിമിതികളുണ്ട്. തന്നെയുമല്ല, ആ ശ്രമത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് പരിഹരിച്ചു വരുമ്പോഴേക്കും വീണ്ടും വർഷങ്ങൾ കഴിയില്ലേ. അതുകൊണ്ട് കുട്ടികളെ സമ്പാദിക്കുക എന്നതിന് ശേഷമാണ് കുട്ടികൾക്ക് വേണ്ടി സമ്പാദിക്കാൻ ശ്രമിക്കേണ്ടത്. കുട്ടികൾക്ക് വേണ്ടി സമ്പാദിക്കാൻ നിങ്ങൾക്ക് പ്രായപരിധിയുടെ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കണം. എത്രയോ പേരാണ് വാർദ്ധക്യത്തിന് ശേഷം വലിയ സമ്പന്നരായവർ ഈ ലോകചരിത്രത്തിലുള്ളത്. അതുകൊണ്ട് കുട്ടികളെ സമ്പാദിച്ചതിന് ശേഷം കുട്ടികൾക്ക് വേണ്ടി സമ്പാദിക്കാൻ ശ്രമിച്ചാൽ മതി. ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുണ്ടായാൽ അവരെ പരിചരിക്കാനും മറ്റും മാതാപിതാക്കളുടെ
ഗ്രാൻഡ് പാരൻസിൻ്റെ സേവനം അത്യാവശ്യമാണ്. അതുകൂടി ലഭ്യമാകുന്ന സമയം നോക്കി കുട്ടികളെ നമുക്ക് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടാണ് വരിക എന്നോർക്കണം. അതുകൊണ്ട് വിവാഹ കാര്യത്തിലോ കുട്ടികളെ സമ്പാദിക്കുന്ന കാര്യത്തിലോ നിങ്ങൾ അലംഭാവം വിചാരിക്കരുത്. നിങ്ങൾ ജീവിതം ഭദ്രമാകാനും ഭാവിയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം ആസ്വദിച്ച് നിങ്ങൾ വാർദ്ധക്യത്തിലെത്തണമെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ പരമാവധി നേരത്തെ വിവാഹം കഴിക്കേണ്ടത് ആവശ്യമാണ്. ലാഭനഷ്ടങ്ങളൊന്നും അവിടെ നോക്കേണ്ടതില്ല. ഞാൻ പറയുന്നു, കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും വിവാഹം കഴിച്ചിട്ട് തുടർന്ന് പഠിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. വിവാഹം കഴിക്കുന്നതോടെ വലിയൊരു ബാധ്യത വന്നു ചേർന്നു, പിന്നെ പഠനമെല്ലാം തടസ്സപ്പെടുന്നു എന്ന ചിന്ത വളരെ തെറ്റായ ചിന്തയാണ്. കോളേജിൽ പഠിക്കുന്നവർ തന്നെ ലളിതമായ ചടങ്ങോടുകൂടി അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ച് ഒരു വിവാഹം നടത്തിയിട്ട് പെൺകുട്ടിയും തുടർന്ന് പഠിക്കട്ടെ, ആൺകുട്ടിയും തുടർന്ന് പഠിക്കട്ടെ, നമുക്ക് വിചാരിച്ച നടക്കും. വിവാഹം കഴിച്ച ശേഷം കോളേജിൽ പഠിക്കുന്ന എത്രയോ പെൺകുട്ടികൾ കേരളത്തിലുണ്ട്. ആൺകുട്ടികൾക്കും അത് പഠനമാകാം. മാതാപിതാക്കൾ ഇപ്പോൾ അവർ ചിലവുകൾ നോക്കി നടത്തുന്ന പോലെ തന്നെ വിവാഹശേഷവും ഇരു കൂട്ടരെയും മാതാപിതാക്കൾ അതേ നിലയിൽ തന്നെ മുന്നോട്ട് അവരെ പഠിപ്പിക്കാനും കഴിയും. കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കട്ടെ, കുറച്ച് ദിവസം അവിടെ പോയി കിടക്കട്ടെ. വലിയൊരു ഉത്തരവാദിത്വം തലേ കയറ്റി വെക്കലാണ് എന്ന ഒരു ചിന്ത തന്നെ മാറ്റണം. കേരളത്തിൽ ശൈശവ വിവാഹങ്ങൾ ധാരാളം നടന്നിരുന്ന കാലത്ത് ഓർക്കണം, എന്ത് ഉത്തരവാദിത്വം ആർക്ക് എപ്പോൾ മുതൽ ലഭിച്ചു. കല്യാണത്തിനൊക്കെ ശേഷം എത്രയോ കാലം കഴിഞ്ഞാണ് അവർ ഒന്നിച്ചാകുന്നത്. പലപ്പോഴും അതിനുശേഷം എത്രയോ കാലം കഴിഞ്ഞാണ് ഉത്തരവാദിത്വത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇതൊരു വലിയ ഭാരവും ഉത്തരവാദിത്വമാണ് എന്ന ഒരു ചിന്തയും രീതിയും മാതാപിതാക്കൾ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നത് തന്നെയാണ് പലർക്കും വലിയൊരു ഭാരം ഏറ്റെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായി വരുന്നത്. ഒരു കൂട്ട് എനിക്ക് കിട്ടണം എന്ന ലളിതമായ ഒരു ചിന്തയിലേക്ക് ഒതുക്കേണ്ടതാണ് ഈ വിഷയങ്ങൾ എന്നതുകൂടി ഞാൻ പറയുകയാണ്. ഈ വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാകാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം, ഞാൻ മറുപടി തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.